താങ്ക് യു. അപ്പോ നമ്മുടെ ആദ്യത്തെ സെഷൻ യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അതിൻ്റെ ചില വശങ്ങൾ നമ്മൾ ആദ്യത്തെ സെഷനിൽ പരിഗണിച്ചു. രണ്ടാമത്തെ സെഷനിൽ വന്നപ്പോൾ ഈ കോഴ്സിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ പറ്റി ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വ്യക്തത ഉണ്ടാകണമെന്ന് വെച്ച് ഞാൻ ആ വിഷയത്തിൽ നിന്ന് വേർതിരിച്ച് ഈ കോഴ്സിന്റെ ലക്ഷ്യവും സ്വഭാവവും വിശദീകരിക്കാനായി കഴിഞ്ഞ സെഷൻ ഉപയോഗിച്ചു. ഈ സെഷനിൽ നമ്മൾ മറ്റേ ആ ഭാഗത്തേക്ക് മടങ്ങിപ്പോവുകയാണ്, അതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സെഷന്റെ തുടർച്ചയാണ് ഈ മൂന്നാമത്തെ സെഷൻ, അതായത് ഇന്നത്തെ സെഷൻ. അപ്പോൾ നമ്മുടെ കേന്ദ്ര ബിന്ദു എന്താണ്? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതിന്റെ അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ എല്ലാവർക്കും മനസ്സിലാകണമെന്ന് എനിക്ക് താല്പര്യമുള്ളത് വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഒരു പ്രസ്താവനയിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ആശയങ്ങൾ, ആഴമുള്ള ആശയങ്ങൾ ഉണ്ട് എന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ഒരു വലിയ ലക്ഷ്യം കൂടെ ഇതിലുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപക്ഷെ ഇതുവരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയില്ലാതെ, എൻ്റെ ശ്രദ്ധയിൽ പോലും ഇത് പെട്ടിട്ടേറെ നാളായിട്ടില്ല. അതുകൊണ്ട് ആ ആശയം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ തുടർന്നുള്ള അന്വേഷണ യാത്ര ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, വ്യക്തികൾ അവർ വളരുന്ന കാലഘട്ടത്തിൻ്റെ സ്വഭാവത്തോട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കും. ദ ഇൻഡിവിജ്വൽ ആൻഡ് ദി ഏജ് ഇൻ വിച്ച് ഹീ ലിവ്സ്, അല്ലെങ്കിൽ അവൻ്റെ എന്താ പറയുന്നത്, സൊസൈറ്റി, സമൂഹം, അവൻ്റെ രാജ്യം, അവൻ്റെ സംസ്കാരം. അപ്പോൾ വ്യക്തി ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ യേശു പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ്. അപ്പോൾ ആ വിശാലമായ കോണ്ടെക്സ്റ്റ് അതാണ് മനസ്സിൽ കരുതേണ്ടത്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇപ്പൊ മനഃശാസ്ത്രം നാം അപ്പം വായിച്ചു നോക്കുമ്പോൾ, ഉദാഹരണമായിട്ട് കാൾ യുങ്ങിന്റെ എസ്സേസ് ഓൺ കോണ്ടംപററി ഇവന്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, എന്ന പേരിലൊരു പുസ്തകമുണ്ട്, എസ്സേസ് ഓൺ കോണ്ടംപററി ഇവന്റ്സ്. ഞാൻ അതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഈ അറിവ്, ഈ ചിന്ത ഒന്നുകൂടെ സ്പഷ്ടമാകുന്നതിന് വേണ്ടി നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകത്തക്കവണ്ണം സാവകാശത്തിൽ തുറന്ന മനസ്സോടെ ഇതിൽ പങ്കെടുക്കും. ഇപ്പോൾ കാൾ യുങ് പറയുന്നത് ദ സൈക്കോപാത്തോളജി ഓഫ് ദ മാസസ് ഈസ് റൂട്ടഡ് ഇൻ ദ സൈക്കോളജി ഓഫ് ദ ഇൻഡിവിജ്വൽ. വ്യക്തിയുടെ മാനസികമായ അവസ്ഥയും ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന വലിയ സമൂഹത്തിന്റെ മാനസിക അവസ്ഥയും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ മാനസിക അവസ്ഥയുടെ ആകത്തുക ഒന്ന് പരിശോധിച്ചാൽ ആ സമൂഹത്തിൻ്റെയും ആ യുഗത്തിൻ്റെയും അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുഗത്തെ സ്വാധീനിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഇപ്പം എനിക്ക് രാഷ്ട്രത്തോട് സംസാരിക്കാനൊക്കത്തില്ല. ഇപ്പം കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ ജനത്തോടും എനിക്ക് സംസാരിക്കാനൊക്കത്തില്ല. ഈ യുഗത്തോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എന്നാൽ എനിക്ക് നല്ല ഒരവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ എനിക്ക് നല്ലൊരു സമൂഹം ആവശ്യമാണ്, നല്ലൊരു രാഷ്ട്രം ആവശ്യമാണ്,
നല്ലൊരു സംസ്കാരം ആവശ്യമാണ്, നല്ലൊരു കാലഘട്ടം ആവശ്യമാണ്. ഇത് ഫിലോസഫിയിൽ, ഗ്രീക്ക് ഫിലോസഫിയിൽ എക്കാലത്തും വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ചോദ്യം തന്നെയാണ്. വ്യക്തികളും അവർ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹവും തമ്മിൽ, ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി തമ്മിലുള്ള ബന്ധം എന്താണ്? അരിസ്റ്റോട്ടിൽ പറയും, നല്ലൊരു വ്യക്തിക്ക് ശ്വാസം മുട്ടാതെ ജീവിക്കാനാകണമെങ്കിൽ നല്ലൊരു സമൂഹം ഉണ്ടാകണം. An individual who is good can really be good only if there is a good society. അപ്പോൾ നാം എങ്ങനെയാണ് നല്ലൊരു സമൂഹം ഉണ്ടാക്കുന്നത്? ഹൗ ഡു വി ക്രിയേറ്റ് എ ഗുഡ് സൊസൈറ്റി? അതിന് 2 സ്ട്രാറ്റജിയുണ്ട്. ലോകത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങളെ, പ്രത്യേകിച്ച് സിസ്റ്റംസ്, അത് പരിഷ്കരിക്കുക. ഇപ്പൊ തന്നെ നമുക്കറിയാം, എക്സാമിനേഷൻ ലീക്ക് നിർത്താനായിട്ട് ഇന്ന് നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. അതുകൊണ്ട് ഈ പ്രശ്നം എത്രമാത്രം അവസാനിക്കുമെന്ന് കണ്ടറിയണം. കാരണം മനുഷ്യ സ്വഭാവത്തിന് മാറ്റം വരാതെ എത്ര നിയമം നമ്മൾ ഉണ്ടാക്കിയാലും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്നാണ് ഇതുവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലോകത്തിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ സമീപന രീതി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ലോകത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുക, പരിഷ്കരണങ്ങൾ വരുത്തുക. ആത്മീയമായ സ്ട്രാറ്റജി അതല്ല, മനുഷ്യ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക, മനുഷ്യ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക. അങ്ങനെ നമ്മൾ മനുഷ്യ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ വലിയ അതിൻ്റെ എത്ര ക്ലേശമേറിയ ഒരു ദൗത്യമാണ് അത് നമുക്ക് ബോധ്യപ്പെട്ടു വരും. അപ്പോൾ 2 ഘടകങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിക്കണം. വ്യക്തികളിൽ ഈ മാറ്റം വരണം. അങ്ങനെ വ്യക്തികളിൽ വരുന്ന മാറ്റം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്ന് സമൂഹത്തിലാകമാനം അത് എത്തിക്കഴിയുമ്പോൾ മാത്രമേ അത് ആ സമൂഹം ആകമാനമായി നല്ല ഒരു വ്യക്തിക്ക് ശ്വാസം മുട്ടാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ അനുവദിക്കുന്ന, സാധ്യമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരുകയുള്ളൂ. ഈ ഒരു പ്രശ്നം യേശുവിൻ്റെ പ്രസ്താവനയിലുണ്ട് എന്ന് സാധാരണ നോക്കിയാൽ മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ യേശു പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളുടെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന വിശാലമായ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ എല്ലാ മതത്തിലുള്ള കാഴ്ചപ്പാട് വ്യക്തികൾ അവരവരുടെ കാര്യം മാത്രം നോക്കുക. എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള മാർഗം എന്തൊക്കെയാണ്? നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്ന്, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അപ്പൊ അവൻ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം, മറ്റുള്ളവരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു മനോഭാവത്തിലാണ് മിക്കവാറും എല്ലാ മതത്തിലും ആളുകളെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. യേശു പറയുന്നു, അതൊരിക്കലും അർത്ഥവത്താകുകയില്ല, അത് ഫലം കണ്ടെത്തുകയില്ല. കാരണം നമ്മൾ വസിക്കുന്ന ആ ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം, സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും സംസ്കാരമാണെങ്കിലും ലോകത്തിൻ്റെ ആകെത്തുകയാണെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാത്രം സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് സുനിശ്ചിതമാക്കാൻ സാധ്യമല്ല എന്ന വ്യക്തമായ ധ്വനി ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് സാധാരണ ഈ വിഷയത്തെപ്പറ്റി ആളുകൾ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ ആ വിശാലമായ ദിശ ഒരിക്കലും സൂചിപ്പിക്കുകയില്ല എന്നത് നിങ്ങളുടെ അനുഭവത്തിൽ പെട്ട് കാണും, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ കരുതുകയാണ്. എൻ്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഒരു കുളം, ബെത്സൈദ കുളത്തിന്റെ സമീപത്തേക്ക് പോകുന്നതായി നാം കാണുന്നു. യേശു യെരൂശലേമിൽ പോകുന്ന യഹൂദന്മാരുടെ പെരുന്നാളിന് പങ്കെടുക്കാനാണ് എന്ന് ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ യെരൂശലേമിൽ പെരുന്നാളിൽ പങ്കെടുക്കാൻ പോകുന്ന യേശു മറ്റുള്ള യഹൂദന്മാരെ പോലെ പെരുന്നാളിന് പോയിരുന്നെങ്കിൽ ദേവാലയത്തിൽ പോയാൽ മതിയായിരുന്നു. യേശു അങ്ങനെയല്ല. യേശു പോയത് ദേവാലയത്തിൽ നിന്നാണ്ട് 2 മൈല് ദൂരെയുള്ള ബെത്സൈദ കുളക്കരയിലേക്കാണ് പോയത്. കാരണം അവിടെ ദീനം ബാധിച്ച് അവശതയിൽ കഴിയുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അപ്പോൾ ദേവാലയത്തിൽ നടക്കുന്ന ഉത്സവവും അങ്ങ് അകലെ സ്ഥിതി ചെയ്യുന്ന
പീഡ, രോഗം, അരിഷ്ടത, കഷ്ടം അനുഭവിക്കുന്ന ജനത്തിന്റെ അവസ്ഥയുമായ ഒരു ബന്ധമുണ്ടാക്കിയാൽ മാത്രമേ ഈ പെരുന്നാളിന് അർത്ഥമുണ്ടാകുകയുള്ളൂ എന്നതാണ് യേശുവിന്റെ പക്ഷം. പക്ഷെ ആ ഒരു ആശയം ഉൾക്കൊള്ളുവാൻ ക്രിസ്തീയ സഭകൾക്കോ സമൂഹങ്ങൾക്കോ വ്യക്തികൾക്കോ ഇന്നുവരെയും സാധിച്ചിട്ടില്ല എന്നത് സങ്കടം തന്നെയാണ്. അപ്പോൾ ഈ ബെത്സേദ കുളക്കര കിടക്കുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ അതിലൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കുമ്പോൾ അവരിൽ ആരെ കൊണ്ടും ഈ പണി ചെയ്യാനൊക്കില്ല. ആരോ വന്ന്, മനുഷ്യർക്കപ്പുറമായ ഒരു ശക്തി വന്ന് കുളത്തിലെ വെള്ളം കലക്കുമ്പോൾ അത് ആദ്യം എടുത്ത് ചാടുന്നവൻ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പോലും സ്വന്തമായ ഒരു ഇനീഷ്യേറ്റീവ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാണ് മനുഷ്യന്റെ പൊതുവായ അവസ്ഥ. ആ അവസ്ഥയെ അവഗണിച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ പെരുന്നാൾ നടക്കുന്നത്. അത് പെരുന്നാൾ ആവില്ല എന്നതാണ് യേശുവിന്റെ പക്ഷം. യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങളുടെ ചില ശകലങ്ങളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ പിന്നെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യ അവസ്ഥയുടെ എല്ലാ അംശങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ ചെലുത്താനും അതിനെപ്പറ്റി ഉത്തരവാദിത്വ ബോധം പാലിക്കുവാനും നമുക്ക് കടമയുണ്ട്. അതില്ലാതെ നമ്മുടെ വിശ്വാസ ജീവിതം പൂർണ്ണമാകുകയില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ ക്രിസ്ത്യാനികൾ യേശു ലോകത്തിന്റെ വെളിച്ചമെന്ന് വായിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്ത്യാനികളുടെ വെളിച്ചമെന്ന് മാത്രമാണ്. കാരണം ലോകത്തെ വെറുക്കണമെന്നും ലോകവുമായി ഒരു വിധത്തിലുള്ള മമതയും പാടില്ല എന്നും പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലിരിക്കെ യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ മാത്രം വെളിച്ചം എന്ന് ധരിക്കാനേ ഇടയുള്ളൂ. ഇത് യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തെ വളരെയധികം ചുരുക്കിക്കളയുന്ന ഒരു സങ്കല്പമാണ് എന്ന് ഞാൻ ഈ തരുണത്തിലൊന്ന് സൂചിപ്പിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം, അന്ന് യേശു ശുശ്രൂഷ നടത്തിയ കാലത്ത് യഹൂദന്മാർ രാഷ്ട്രീയമായിട്ട് അടിമകളായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം. they were under the rule of the Roman Empire. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ അടിമത്വത്തിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ വൈകാരികവും മാനസികവുമായ ക്ഷതങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ആത്മീയമായ ജീവിതത്തെയും ബാധിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കൂനിയായ ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട്. കൂനിയായ സ്ത്രീ, ഇംഗ്ലീഷിൽ ദ ബെൻറ്റ് ഓവർ വുമൺ എന്ന് പറയും. അവൾ എന്താണ് കൂനിയായി പോയത്? യേശുവോട് പറയുന്നു, നീ അങ്ങ് നേരെ നിന്നാൽ മതി. കാരണം സമൂഹം അവിടെ നട്ടല് വളച്ച് സുന്ദരമായിട്ട് വളച്ച് കൈ കൊടുത്തതാണ്. ഇതെല്ലാം നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന്റെ വിവിധ വശങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. വാസ്തവത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്പം റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സാധ്യത ഞാൻ പറഞ്ഞുതരാം. ഈ 4 സുവിശേഷങ്ങളൊന്ന് വായിക്കുമ്പോൾ തന്നെ യേശു വ്യക്തികളുമായി നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധിച്ച് ഓരോ സംഭവവും ആ യുഗത്തിൽ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ, അതായത് യഹൂദന്മാർ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന ആ പരാധീനതയുടെ അവസ്ഥയിൽ ഓരോ വ്യക്തികൾക്കും സംഭവിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുമായി തീർന്ന അവസ്ഥകളുടെ പ്രത്യേകതകളുടെ ആകത്തുകയാണ് യഹൂദ സമൂഹത്തിന്റെ അന്നത്തെ അവസ്ഥ. വലിയ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഒന്നും നടത്താതെ നമുക്ക് ഓരോ വ്യക്തികളുടെയും അനുഭവത്തിൽ കൂടെ ആ കാലഘട്ടത്തെ വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു വ്യക്തികളുടെ അവസ്ഥ മാത്രമല്ല. ഇപ്പം ഈ കൂനിയായ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് പേരില്ല.
സുവിശേഷങ്ങളിൽ എവിടെയൊക്കെ വ്യക്തികൾക്ക് പേര് ഇല്ലാതിരിക്കുന്നുവോ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിൽ കൂടെ ഒരു സമൂഹത്തിൻ്റെ മനുഷ്യജാതിയുടെ ഒന്നുകിൽ ആകമാനമായി അല്ലെങ്കിൽ ഒരു 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 ഘടകത്തിൻ്റെ പൊതുവായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഈ കൂനിയായ സ്ത്രീ, യഹൂദന്റെ സമൂഹത്തിൽ സ്ത്രീകൾ വളഞ്ഞു പോകും എന്ന ഒരു ധ്വനി ഇതിനകത്തുണ്ട്. അവളെ അങ്ങനെ വളച്ചു വെക്കുന്ന ഒരു സംവിധാനവുമുണ്ട്. അവളുടെ അവസ്ഥയോട് യേശു എന്ന് പറയുന്ന ആത്മീയ വ്യക്തിത്വത്തിന്റെ പ്രസക്തി എന്താണ്? What is the relevance of the spiritual person of Jesus Christ to the plight of this bent over woman? അത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുമെന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പോൾ തീർച്ചയായും യേശു ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ കൂനിയായ സ്ത്രീയുടെ നടു ഒന്ന് നുകരാൻ ഒരു നിമിത്തമുണ്ട്, ഒരു ന്യായമുണ്ട്, പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. അതൊന്നുമില്ലാതെ യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ഇങ്ങനെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടന്നാൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളും കുറഞ്ഞ പക്ഷം ഈ അടുത്ത കാലത്ത് വരെയെങ്കിലും സ്ത്രീകളെ വേണ്ടത്ര നീതിയില്ലാതെയാണ് കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടതുപോലെ വളരാനും അവിടെ കഴിവുകളെ വികസിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങൾ നന്നേ കുറവാണ്. അങ്ങനെ വളരാനുള്ള സാഹചര്യം അവർക്ക് നിരാകരിച്ചിട്ട് അത് തന്നെ അവർക്കെതിരെയുള്ള കുറ്റപത്രമായും ഉപയോഗിക്കുന്ന പുരുഷന്മാർ. അതായത് സ്ത്രീകൾക്ക് വേണ്ടതുപോലെ വളരാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ നിഷേധിച്ചിട്ട് അതുകൊണ്ട് സ്ത്രീകളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അവര് അടുക്കളയിൽ മാത്രം കഴിയേണ്ടവരാണ് എന്നും കൂടെ നിർബന്ധം പിടിക്കുന്ന ഡബിൾ വിക്ടിമൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ആത്മീയമായി അവഗണിക്കുവാൻ സാധ്യതയുള്ളതല്ല. യേശു എന്ന് പറയുന്ന വെളിച്ചത്തിന് മനുഷ്യന്റെ ഇഹലോക അവസ്ഥയുടെ നാനാമുഖമായ സാധ്യതകളുമായി വളരെ അടുത്ത അഭേദ്യമായ ബന്ധമുണ്ട് എന്നതാണ് ഈ പ്രസ്താവനയുടെ ആ ബൃഹത്തായ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ നാം അത് മനസ്സിലാക്കിയിട്ട് പിന്നെ യേശു പറയുന്നു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ആത്മീയമായ ജീവിതത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ കടമകളെ എപ്രകാരം മനസ്സിലാക്കണം എന്ന ഒരു ചോദ്യം ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സാഹചര്യങ്ങളൊക്കെ നന്നായാൽ, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായാൽ ഞങ്ങളിതൊക്കെ ചെയ്യാം, ഇപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ ഇൻവെന്റിങ് എക്സ്ക്യൂസസ് എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു തൻ്റെ ശുശ്രൂഷ നടത്തിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസം കൂടിയ കാലഘട്ടമായിരുന്നു. അതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. എങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ആ സാഹചര്യത്തിൽ, അടിമത്വത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ അധിപതിയായി സീസർ അവിടെ നിൽക്കുന്നു. എവിടെ? റോമിൽ. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പോലെ അന്നത്തെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് റോമൻ സാമ്രാജ്യം. ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരടിമയെ പോലെ നിന്നുകൊണ്ടാണ് അഡ്രസ് ഇല്ലാത്ത ഒരു ഗലീലക്കാരൻ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇതെന്നെ വളരെയധികം വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇങ്ങനെയുള്ള വിശാലമായ ഒരു കോണ്ടെക്സ്റ്റിൽ നാം ഇതിനെ പരിഗണിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇത് എത്രയോ അത്ഭുതപ്പെടുത്തുന്ന ആശയങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ വെളിച്ചത്തിന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഘടകമുണ്ട്. അത് ഇരുട്ടാണ്, അല്ലെങ്കിൽ അന്ധകാരമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? ലോകം അന്ധകാരം നിറഞ്ഞതാണ് എന്നതുകൊണ്ടാണ്.
അപ്പം വെളിച്ചം കൊണ്ട് ദീപ്തമായിരിക്കുന്ന ഒരു ലോകത്തിൽ ആരും ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുന്ന അധികപ്പറ്റാണ്. അപ്പോൾ വളരെ മനുഷ്യ ജീവിതം വീർപ്പുമുട്ടി വ്യക്തികളുടെയും കൂട്ടങ്ങളുടെയും അവസ്ഥ വളരെയധികം പ്രയാസത്തിലായി. ദൈവം മനുഷ്യന് നൽകിയ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഭാഗമായി നിന്നുകൊണ്ട് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയുടെ മൂർച്ചയിൽ നിന്നുകൊണ്ട് ഏകനായ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ ഈ അന്ധകാരം നിറഞ്ഞ ലോകം, എന്താണ് ഈ അന്ധകാരം എന്ന് മനഃശാസ്ത്രത്തിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ കാൾ യുങ്ങിനെയാണ് പ്രധാനമായും ഈ തരുണത്തിൽ ഉപയോഗിക്കുന്നത്. കാൾ യുങ് പറയുന്നത് ഈ അന്ധകാരം, മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന ഈ അന്ധകാരം, നാം വസിക്കുന്ന ലോകത്തിന്റെ അന്ധകാരം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്: പ്രിമിറ്റിവിറ്റി, വയലൻസ്, ക്രൂവൽറ്റി. അതായത് കിരാതമായി ചിന്തിക്കുകയും കിരാതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്വഭാവം. രണ്ടാമത്തേത് അക്രമം, എന്തിനേയും കയ്യൂക്കുകൊണ്ട് നിയന്ത്രിക്കാം. പിന്നെ ക്രൂവൽറ്റി, ക്രൂരത. ഇതാണ്. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഒരു ഘടകമാണ് അനീതി, ഇൻജസ്റ്റിസ്. ഇതാണ് ലോകത്തിന്റെ അന്ധകാരം. അന്ധകാരം എന്ന് നാം പറയുന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഈ പ്രിമിറ്റിവിറ്റി, വയലൻസ്, ക്രൂവൽറ്റി, ഇൻജസ്റ്റിസ്. അത് ഏതെല്ലാം സമൂഹത്തിൽ എന്താണ് പറയുന്നത്, മേൽക്കൈ പ്രാപിക്കുന്നുവോ ആ സമൂഹം അന്ധകാരത്തിലാണ്. യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിച്ചുകൊണ്ട് മത്തായി തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വാക്കുകൾ കടമെടുത്ത് പറയുന്നത്, അന്ധകാരത്തിലിരുന്ന ജനം ഒരത്ഭുത പ്രകാശം കണ്ടു. അപ്പോൾ ജനം അന്ധകാരത്തിലിരുന്നു എന്ന് പറയുമ്പോൾ നാം അത് വായിച്ചങ്ങ് വിടുകയാണ്. ആ അന്ധകാരം എന്താണ്? ആ അന്ധകാരത്തെ അനുഭവിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ എന്താണ്? പ്രിമിറ്റിവിറ്റി, വയലൻസ്, ക്രൂവൽറ്റി, ഇൻജസ്റ്റിസ്. നമ്മുടെ കാലഘട്ടം അന്ധകാരത്തിന്റെ കാലഘട്ടമാണോ അതോ വെളിച്ചത്തിന്റെ കാലഘട്ടമാണോ? നാം വസിക്കുന്ന യുഗം, നാം വസിക്കുന്ന സാഹചര്യം അന്ധകാരം നിറഞ്ഞതാണെങ്കിൽ നാം എന്തു ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്നും കലിയുഗമാണ്, ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് പറയാം. നമുക്ക് പറയാം കലിയുഗമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ നിന്നുകൊണ്ടാണ്, അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ ലോകത്തിന്റെ അവസ്ഥകളോട്, മനുഷ്യന്റെ അവസ്ഥകളോട് പൂർണ്ണമായും താതാത്മ്യം പ്രാപിച്ച്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അടിമത്വത്തിന്റെ നുകത്തിൽ നട്ടം തിരിയുന്ന ഒരു ജനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇത് എന്നെ വളരെയധികം വെല്ലുവിളിക്കുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്നോട് വളരെ വാചാലമായി സംസാരിക്കുന്ന ഒരു അർത്ഥശകലമാണ്. ഈ യേശുവിന്റെ പ്രസ്താവനയിലെ അർത്ഥങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യേശു ചെയ്തത് എന്താണ്? അക്രമവും അനീതിയും കിരാതമായ പ്രവർത്തനങ്ങളും കൊണ്ട് മനുഷ്യൻ മിടുക്കനായി നടന്ന കാലഘട്ടത്തിൽ യേശു കരുതലിൻ്റെയും കരുണയുടെയും സംസ്കാരം ലോകത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ജീസസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് വാലിഡേറ്റഡ് എ കൾച്ചർ ഓഫ് കമ്പാഷനറ്റ് കെയറിങ്. നമുക്കറിയാം, മനുഷ്യന്റെ സ്വഭാവത്തിൽ 2 വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. ഒന്ന് ക്രൂവൽറ്റി, മറ്റേത് കമ്പാഷൻ. ക്രൂരത, കമ്പാഷൻ എന്ന് പറയുമ്പോൾ ആർദ്രത. ക്രൂരമായി പ്രവർത്തിക്കുക. ഇപ്പോൾ ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ അടിച്ചവന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റുക. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ, മൈറ്റ് ഈസ് റൈറ്റ്. മനസ്സിലായോ? എനിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ ഞാൻ തന്നെ
എന്നേക്കുമായി ഇല്ലാതാക്കും എന്ന അതാണ് ലോകത്തിന്റെ മർമ്മം. ആ ഒരു സാഹചര്യത്തിൽ യേശു പറയുന്ന മറ്റൊരു മാർഗമുണ്ട്. അതെന്താണ്? കൃപയുടെയും ആർദ്രതയുടെയും കരുണയുടെയും കരുതലിൻ്റെയും കെയറിങ് മനുഷ്യത്വത്തിൻ്റെ പ്രാണവായു കരുതലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ വശമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കരുതലിൻ്റെ വ്യക്തിത്വമാണ്. എ പേഴ്സണാലിറ്റി ഓഫ് കെയറിങ്, എ കെയറിങ് പേഴ്സണാലിറ്റി. ഇപ്പോൾ നല്ല ശബരിയക്കാരൻ്റെ ഉപമയൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂപം കൊള്ളണമെങ്കിൽ ആ വ്യക്തിത്വം കരുതലിൻ്റെ മകുടമായിരിക്കണം. അതാണ് വാസ്തവത്തിൽ മനുഷ്യത്വത്തിൻ്റെ അളവുകോൽ. ദ ബെഞ്ച് മാർക്ക് ഓഫ് ബീയിങ് ഹ്യൂമൻ ഈസ് ആ കപ്പാസിറ്റി ടു കെയർ. ഇത് പങ്കെടുക്കുന്ന ജാസ്മിൻ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ വളരെ ബഹുമാനമുള്ളൊരു കാര്യമാണ്. കാരണം ഡോക്ടറേക്കാൾ ഒരു പേഷ്യൻറ്റിന് ആശ്വാസം പകരുന്നത് ആ കെയറിങ് കൊടുക്കുന്ന, കരുതൽ കൊടുക്കുന്ന, അവരെ കരുതുന്ന, സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ അവരെ കരുതുന്ന കരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ ദ ഏഞ്ചൽ ദ ഏഞ്ചൽ വിത്ത് എ ലൈറ്റ് നമ്മൾ പറയില്ലേ, വിളക്ക് പിടിച്ച ഒരു മാലാഖയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അപ്പം കരുതൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ, ഭാരതത്തിൽ കരുതൽ ബലഹീനതയാണെന്നും ക്രൂരതയാണ് പുരുഷത്വം. മാച്ചോ 56 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 1000 പേരെ 10,000 പേരുടെ തല മുട്ടിച്ചാൽ മിടുക്കനായി എന്ന അതാണ് അന്ധകാരം. ഈ ഒരു സാഹചര്യത്തോടെ നാം എങ്ങനെ പ്രതികരിക്കണം? യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്താണ് വെളിച്ചം? കരുതലിന്റെ വെളിച്ചം, കൃപയുടെയും ആർദ്ര കരുണയുടെയും വെളിച്ചം, നീതിയില്ലാത്തവർക്ക്, അനീതിയുടെ അടിമകളായിരിക്കുന്നവർക്ക് നീതിയുടെ വാതിൽ തുറക്കുന്ന വെളിച്ചം, കിരാതമായ പ്രവൃത്തികളുടെ ഇരയായിത്തിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകരുന്ന വെളിച്ചം. ആ ഒരു വെളിച്ചത്തെ നമ്മുടെ സാഹചര്യത്തിൽ, ഭാരതത്തിന്റെ പൊതുവായ സാഹചര്യത്തിൽ സാധൂകരിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ഇതൊരു ക്രിസ്ത്യാനി, ഒരു മതത്തിലെ അംഗങ്ങളുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. മനുഷ്യനാണോ ആ കടമയുണ്ട്. ഇത് വേണ്ടതുപോലെ ഒന്ന് വിളിച്ചു പറയുവാൻ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന് കഴിയാതെ പോകുന്നത് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ദുഃഖകരമാണ്, വലിയ ഒരു നഷ്ടമാണ് എന്ന് മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. ഇപ്പൊ തന്നെ പേപ്പർ ലീക്ക് നമ്മുടെ ഇടയിൽ നടക്കുന്നു. ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഈ പേപ്പർ ലീക്ക് എന്ന് പറയുമ്പോൾ നാം എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയോ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തത് മാത്രമല്ല ഇതിനകത്തെ കാര്യം. അതിനകത്ത് 22 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതിന്റെ പശ്ചാത്തലം എന്താണ്? അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. യാതൊരു പ്രത്യാശയുമില്ലാതെ അവർ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹവും രാഷ്ട്രവും അവരെ 100% കൈയൊഴിഞ്ഞു. ഞങ്ങൾക്കിനിയും അഭയമില്ല, ഞങ്ങൾക്ക് നാളെ എന്നൊരു കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം തള്ളിവിട്ടിട്ട് നാം മാറുവലിച്ച് നടക്കുന്ന, ഹൃദയം കല്ലാക്കിയിട്ടുള്ള ഒരു സാഹചര്യം, ഒരു അവസ്ഥ, ഒരു ദേശഭക്തി, ഇതിനെപ്പറ്റി നമുക്കൊരു നിലപാടുണ്ടാകണം. ഇതൊന്നും കണ്ടിട്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അത് വേറെ വല്ലതും നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനോട് യുദ്ധം ചെയ്യാനൊന്നും നമുക്ക് കഴിവില്ല എങ്കിലും നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും. ഇതൊരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു വിധത്തിലും ചിന്തിക്കാതെ അതിൻ്റെ നേരെ മനഃപൂർവ്വം കണ്ണടച്ചിട്ട് ഞങ്ങളുടെ രക്ഷിതാവ് യേശുവാണ്, യേശു ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് അർത്ഥശൂന്യമായി ജൽപ്പിച്ചുകൊണ്ടിരുന്നാൽ വല്ല കാര്യവുമുണ്ട്. അത് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് യേശു നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ ഒരു പുരോഹിതനെയും ലേവിനെയും അവതരിപ്പിക്കുന്നത്. മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയ്ക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് മാന്യമായി നടന്നു പോകുന്ന പുരോഹിതനും ലേവ്യനും
ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുന്ന ക്രിസ്തുവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെയാണ് ക്രിസ്ത്യാനികൾ വ്യക്തിപരമായും സഭകളായും സമൂഹങ്ങളായും സ്ഥിതി ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ പട്ടിണിയെയും പാപ്പരത്വത്തെയും സൂചിപ്പിക്കുന്നു. നമുക്ക് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളോട് എന്തെങ്കിലും ഒരു റെലവൻസ്, ക്രൈസിസ് ഓഫ് റെലവൻസ് നമ്മൾ പറയത്തില്ലേ, പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ഈ വെളിച്ചമാകുന്നു പറഞ്ഞാൽ പ്രസക്തമാണ്. യു ആർ റെലവൻറ്റ്. മനുഷ്യാവസ്ഥയുടെ ഏത് അംശം പരാമർശിക്കപ്പെട്ടാലും നിങ്ങൾക്ക് അതിനോട് ഒരു പ്രസക്തി ഉണ്ടാകണം. യു മസ്റ്റ് ബി റെലവൻറ്റ് ഇൻ റിലേഷൻ ടു എവറി ആസ്പെക്ട് ഓഫ് ദ ഹ്യൂമൻ പ്രെഡിക്കമെന്റ് ഓൺ പ്ലാനറ്റ് എർത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അതിനോട് കണ്ണടച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു നടന്നാൽ അത് തികച്ചും കപടഭക്തിയാണ്, അർത്ഥശൂന്യമാണ് എന്നതാണ് യേശുവിൻ്റെ പക്ഷം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്നവനാണ്. ആരാണ് ദരിദ്രർ? ഈ അന്ധകാരത്തിന്റെ അവസ്ഥയിലായി പോകുന്നവരാണ്. ഞാൻ മുമ്പ് കാൾ യുങ്ങിന്റെ ഭാഷയിൽ വിശദീകരിച്ചു തന്ന, അതായത് പ്രിമിറ്റിവിറ്റി, ക്രൂവൽറ്റി, വയലൻസ്, ഇൻജസ്റ്റിസ്, ഇതിൻ്റെയൊക്കെ അടിമകളായി കഴിയുന്ന ആളുകൾ അവരോട് പ്രതികരിക്കാൻ, അവരെ കരുതുവാൻ, അവരോട് കൂടെ നിൽക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, കുറഞ്ഞ പക്ഷം ഒന്ന് കരയാൻ നമ്മുടെ തോളെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കൊരു കടമയുണ്ട് എന്നതാണ് യേശുവിൻ്റെ പ്രസ്താവനയിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. നമുക്കറിയാം, ലോകത്തിൽ ചരിത്രം അനേക സ്വേച്ഛാധിപതികളെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ സ്വേച്ഛാധിപതികളെ മനസ്സിലാക്കുമ്പോൾ, ഇത് ഞാൻ മനഃശാസ്ത്രത്തിൽ നിന്ന്, ഇത് മാസ് സൈക്കോളജി എന്ന് പറയും. മാസ് സൈക്കോളജി. ഇപ്പൊ വ്യക്തികൾക്ക് സൈക്കോളജി ഉള്ള പോലെ തന്നെ സമൂഹത്തിനും അതിൻ്റെതായ സൈക്കോളജി ഉണ്ട്. ഹൗ ഡു പീപ്പിൾ ആക്ട് വെൻ ദേ കം ടുഗദർ ആൻഡ് ആക്ട് ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ മാസ് സൈക്കോളജിയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിൽ നാം ചരിത്രത്തിൽ കണ്ടിട്ടുള്ള സ്വേച്ഛാധിപതികളിൽ എല്ലാവരും തന്നെ ഈ ലോകത്തിന്റെ അന്ധകാരത്തെ അവരുടെ ഏറ്റവും വലിയ സ്വത്തായി കണ്ടവരും അതിൻ്റെ പ്രാബല്യത്തിൽ, അതിൻ്റെ അടിത്തറയിൽ അവരുടെ അധികാരത്തിൻ്റെ കോട്ടകൾ പണിതവരുമാണ്. വെളിച്ചം കൊണ്ട് ഒരു സ്വേച്ഛാധിപതിയും തൻ്റെ കൊട്ടാരം പണിതിട്ടില്ല. സ്വേച്ഛാധിപതികൾ തങ്ങളുടെ കൊട്ടാരവും സിംഹാസനവും പണിയുന്നത് അന്ധകാരത്തിൻ്റെ ഉരുപ്പടി കൊണ്ടാണ്. അതുകൊണ്ട് സ്വേച്ഛാധിപതികൾ എന്ത് ചെയ്യുന്നു? അവർ മനുഷ്യന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കിരാതവും മൃഗീയവുമായ പ്രവണതകളെ മനഃപൂർവം അഴിച്ചുവിടുകയും ക്രോഡീകരിക്കുകയും ശക്തീകരിക്കുകയും അത് ഒരു ശക്തിയായി പ്രയോഗിച്ച് തങ്ങളുടെ സാമ്രാജ്യം സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഫലം എന്താണ്? ആ പ്രക്രിയയിൽ പങ്കെടുക്കുകയും അതിനെ ശരിവെക്കുകയും അതിന് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരും നശിച്ചു പോകും. നമുക്ക് ദൂരെയെങ്കിലും പോകണ്ട. ഹിറ്റ്ലറുടെ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ആരാണ് ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ചത്? മറ്റാരുമല്ല, അത് ജർമ്മനിയിലെ ആളുകൾ തന്നെയാണ്. നിങ്ങൾക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേ ജർമ്മനിയിലെ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ ആണുങ്ങളെ കിട്ടാതെ അവർ ലോകത്തെമ്പാടും അഡ്വർടൈസ് ചെയ്യേണ്ടി വന്നു. അത്രമാത്രം അവർ അടി പറഞ്ഞു പോയി. അപ്പോൾ ലോകത്തിലെ സ്വേച്ഛാധിപതികൾ എന്താണ് ചെയ്യുന്നത്? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്വേച്ഛാധിപതി പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ അന്ധകാരമാണ്. ഈ അന്ധകാരത്തിന്റെ മുതൽ മാത്രം മതി എനിക്ക്. അതുകൊണ്ടാണ് അക്രമം, പിന്നെ അസത്യം, വാ തുറന്നാൽ കള്ളമേ പറയത്തുള്ളൂ, സത്യം പറയുന്നവനെ ക്രൂശിൽ തറക്കിയപ്പം യേശു പറഞ്ഞു, ഞാൻ സത്യമാണ്. അതുകൊണ്ട് എന്ത് പറ്റി?
ക്രൂശിൽ തറച്ചു. അതിന്റെ യുക്തി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ ഇത് എക്കാലത്തേക്കുമായി നൽകപ്പെട്ടിരിക്കുന്ന ചില സൂചികകളാണ്, സർട്ടൻ സൈൻ പോസ്റ്റ്, സർട്ടൻ ഇൻഡിക്കേഷൻസ് ദാറ്റ് ആർ വാലിഡ് ഫോർ എവർ. ആ തരത്തിൽ നമുക്ക് യേശുവിന്റെ പഠിപ്പീരുകളെയും പ്രസ്താവനകളെയും അതിന്റെ വിശാലമായ അർത്ഥത്തിൽ, വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ ഇടയാകട്ടെ. അതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ലക്ഷ്യം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നാം ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. നാം അതിൽ തന്നെ പിറന്ന് അതിൽ തന്നെ വളരുന്നത് കൊണ്ട് അതിന്റെ ഘടകങ്ങളുമായി ചെറുപ്പം മുതലേ ഇടപഴകിയാണ് നാം വളരുന്നത് എന്നതുകൊണ്ട് അതിൽ സ്ഥിതി ചെയ്യുന്ന ഘടകങ്ങൾ, അതിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകൾ അന്ധകാരത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകാൻ നല്ല സാധ്യതയാണ്. We get used to the system, therefore we think that is normal. ഇപ്പോ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകളെ മ്ലേച്ഛരാണ്, അല്ല ദളിതാണ്, അവരെ സ്പർശിക്കരുത്, അൺടച്ചബിൾ ആയിട്ട് കരുതണം എന്ന ഒരവസ്ഥയിൽ ഒരു കുഞ്ഞ്, അത് മാത്രം അറിഞ്ഞ് വളർന്ന ഒരു കുഞ്ഞ് 50 വയസ്സായാലും അതാണ് ശരിയെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അന്ധകാരം മനുഷ്യന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ വെളിച്ചം പകരുവാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ? അപ്പോൾ ലോകത്തിൽ അന്ധകാരത്തിന്റെ ശക്തികളെ എല്ലാറ്റിനുമുപരി സ്നേഹിക്കുകയും അതുകൊണ്ട് മുതലെടുക്കുകയും ചെയ്യാനുള്ള മനുഷ്യന്റെ പ്രവണത വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നത് ചരിത്രം നമ്മെ അറിയിക്കുന്ന, ഇന്നും നമ്മുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അധികമൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മുമ്പിൽ നടക്കുന്ന, അനുദിനം നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ അന്ധകാരത്തിൽ അഹങ്കാരം കൊള്ളുക, അഭിമാനിക്കുക, അന്ധകാരമാണ് എൻ്റെ അഭിമാനം എന്ന് വിളിച്ചു പറയുക, അത്തരം പ്രവൃത്തികളാണ് രാജ്യസ്നേഹമെന്ന് കൊട്ടിഘോഷിക്കുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല. മനുഷ്യൻ അവൻ്റെ സഹജീവിയെ സ്നേഹിക്കുവാനുള്ള അവൻ്റെ കഴിവ് അധികാര കൊതി കൊണ്ട് എപ്പോൾ നഷ്ടപ്പെടുത്തിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് മനുഷ്യന്റെ അവസ്ഥയിൽ അന്ധകാരം നഗ്നതാണ്ഡവം നടത്തുന്നു എന്നത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അതിനോടുകൂടി നാം മനസ്സിലാക്കേണ്ടത്, യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, വാച്ച് ആൻഡ് പ്രേ. അപ്പോൾ നമുക്ക് വളരെ ജാഗരൂകരായിരിക്കണം. എന്തുകൊണ്ട് ജാഗരൂകരായിരിക്കണം? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാം ഒരു കാലഘട്ടത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുമ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് അതിൽ സ്ഥിതി ചെയ്യുന്ന കിരാതമായ വംശങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ, അതാണ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിച്ച് നാം അതിനോട് സഹകരിച്ചു പോകാതിരിക്കത്തക്കവണ്ണം ഉണർന്നിരിപ്പീൻ, ബിക്കം അവെയർ. അങ്ങനെയുള്ളൊരു കടമയുണ്ട് നമുക്ക്. പക്ഷെ ആ കടമ പോലും വെളിച്ചം, ആ കടമ നമ്മളിൽ ഉണർത്തുന്നതും വെളിച്ചമാണ്, അത് വെളിച്ചത്തിന്റെ ദൗത്യമാണ് എന്ന ആശയവും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ യേശുവാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതിന് ഒരു പക്ഷേ 2 തട്ടത്തിൽ, 2 ലെവലിൽ അതിൻ്റെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, വ്യക്തികളുടെ ലെവൽ. 2, ഒരു വിശ്വാസ സമൂഹത്തിന്റെ ലെവൽ, ദ ലെവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ലെവൽ ഓഫ് ദ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. ഇപ്പോ ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞത് വെളിച്ചം എന്നത് ജീവന്റെ ഊർജമാണ്, ലൈഫ് എനർജിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അന്ധകാരം മരണത്തിന്റെ മർമ്മമാണ് എന്നത് പ്രതീകാത്മകമായി വ്യക്തമാണ്. അത് നാം ഓർത്തിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ ലോകമാകമാനം, മനുഷ്യ സ്വഭാവം, ചരിത്രത്തിന്റെ പ്രവണത, സംസ്കാരത്തിന്റെ രുചി, ഇതൊക്കെ മരണത്തിലേക്കുള്ള ചായ്വുള്ളതാണ്. അത് ഇംഗ്ലീഷിൽ നെക്രോഫൈലിക് എന്നാണ് പറയുന്നത്. നെക്രോസ്
അത് ഗ്രീക്ക് ഭാഷ നിന്ന് വന്ന വാക്കാണ്. നെക്രോസ് എന്ന് പറഞ്ഞാൽ ഡെത്ത്, ഫീലിയ, ഫൈലിക് എന്ന് പറഞ്ഞാൽ ഇൻ ലവ് ഓഫ്. അപ്പം വേ ഓഫ് ലൈഫ് ദാറ്റ്സ് ഇൻ ലവ് വിത്ത് ഡെത്ത്. മനുഷ്യ സ്വഭാവത്തിൽ മരണ ആസക്തി എപ്പോഴും ഉണ്ടായിരിക്കും. മനുഷ്യൻ അവനെ തന്നെ നശീകരിക്കും. ആത്മഹത്യ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ആത്മഹത്യ മാത്രമല്ല, ഇപ്പം നമ്മുടെ സാധ്യതകളെ നാം നശിപ്പിച്ചു കളഞ്ഞാൽ അതും മരണാസക്തി നമ്മളിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. എന്തിനേയും നശിപ്പിക്കാനുള്ള പ്രവണത. എന്നാൽ അർത്ഥവത്തായ എന്തെങ്കിലും കണ്ടാൽ ആരെങ്കിലും ഒന്ന് ജീവിതത്തിൽ നന്നായി മുമ്പോട്ട് പോകുമ്പോൾ അസൂയ തോന്നുന്നു, വല്ല വിധത്തിലും അവനെ പിടിച്ച് താഴെയിടണം. അത് നമ്മുടെ സ്വഭാവം മരണത്തിലേക്കാണ് മുഖം തിരിച്ചു വച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. അങ്ങനെ പലവിധമായ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു അവസ്ഥയിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ഒന്ന് മുഖം തിരിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന ഈ ഒരു ചുമതലയുടെ അടയാളപ്പെടുത്തൽ എപ്രകാരമാണ് അർത്ഥവത്താക്കാൻ സാധിക്കുന്നതെന്ന് ആലോചിക്കുന്നത് തുടങ്ങാൻ പോലും നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണർത്തിയെടുക്കുന്നത് യേശുവാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അതുപോലെ തന്നെ ആ കടമയും നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ആരോടെങ്കിലും വിടവിടുമ്പോൾ, ഏതെങ്കിലും സാഹചര്യത്തിലായിത്തീരുമ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് മരണത്തിലേക്കുള്ള ആസക്തിയാണെങ്കിൽ, ദി ഡെത്ത് ഓറിയന്റേഷൻ ഇൻ ഇറ്റ്സ് വെരി മെനി മാനിഫെസ്റ്റേഷൻസ്, അത് തിരിച്ചറിഞ്ഞിട്ട് എല്ലാറ്റിനും ജീവനിലേക്ക് മുഖം തിരിക്കത്തക്കവണ്ണം നാം എപ്രകാരമാണ് സ്വാധീനം ചെലുത്തേണ്ടത്, ഇടപെടേണ്ടത്, എപ്രകാരമാണ് നാം അവിടെ അധ്വാനിക്കേണ്ടത്, അച്ചടക്കം പാലിക്കേണ്ടത്, ഈ ബോധവൽക്കരണം സംഭവിക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വ്യക്തികൾ, ഇപ്പോൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവർ ഓരോരുത്തരും ഈ വെളിച്ചത്തിന്റെ വ്യക്തിത്വം പ്രാപിച്ചവരായിരിക്കണം. വിശ്വാസം നാക്കിൽ മാത്രമല്ല, അത് ഒരു വ്യക്തിയുടെ ആത്മീയ വ്യക്തിത്വത്തിന്റെ മുഖമുദ്രയായിരിക്കണം. That light must become the hallmark of the spiritual personality of a believer. അപ്പോൾ ഇങ്ങനെയുള്ള ചുമതലകൾ തിരിച്ചറിയാൻ നമുക്ക് ആവശ്യമുണ്ട്. യേശുവിൻ്റെ അനുയായികൾ എന്നാരെങ്കിലും അവകാശപ്പെട്ടാൽ ഇതൊക്കെ അവിടെ കടമയിൽ ഉൾപ്പെടുന്നതാണ് എന്നതും കൂടെ നാം ഇതിനോടനുബന്ധിച്ച് വായിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അത് വേറെ ആരെങ്കിലും നോക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വളരെ പ്രാവർത്തികമായ ചരിത്രത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, നാം എന്തിനെ അവഗണിക്കുന്നുവോ അത് നമ്മെ കീഴടക്കിയിരിക്കും. We will be conquered by what we neglect or what we avoid. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഭാരത ദാർശനിക ആത്മീയ ദർശനത്തിൽ ഈ അടുത്ത കാലം വരെ അപ്പുറത്തേക്ക് പോകുന്നത് നിഷിദ്ധമാണ്. യു വിൽ ബി പൊല്യൂട്ടഡ് ഇഫ് യു ക്രോസ് ദ സീസ്. അപ്പം നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തുള്ള ഒന്നും നമുക്ക് ബാധകമല്ല, അത് അങ്ങ് ഒഴിവാക്കണം എന്ന ഒരു ചിന്ത നമ്മെ അടക്കി ഭരിച്ചത്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ ജീവിതകഥ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് നമ്മൾ വായിക്കുമ്പോൾ, നിയമം പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോകാൻ ഗാന്ധി തീരുമാനിക്കുമ്പോൾ ഗാന്ധിയുടെ അമ്മയ്ക്ക് വലിയ സങ്കടമാണ്. കാരണം മകൻ അശുദ്ധമായി പോകും, കാരണം കടൽ കടന്നിട്ട് വേണം മകൻ അപ്പുറത്ത് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ. ഇത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ, നമുക്കറിയാം, പണ്ടൊക്കെ ഒരു 100 വർഷങ്ങൾക്ക് പുറകോട്ട് പോയാൽ ഓരോ വ്യക്തിയും അവൾ വസിച്ച ഗ്രാമത്തിന്റെ പരിധി വിട്ടൊന്നും പോകാറില്ല. ദ വേൾഡ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദ വില്ലേജ് വാസ് ഔട്ട് ഓഫ് ബൗണ്ട്സ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മുടെ ജീവിത ദർശനത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 1000 വർഷം ഭാരതം വിദേശ ശക്തികളുടെ അടിമയായിപ്പോയി. മുഗൾ ആധിപത്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യവും ഉണ്ടായി 1000 വർഷം. ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാം, നാം എന്തിനെ അവഗണിക്കുന്നുവോ അത് നമ്മെ കീഴടക്കിയിരിക്കും. അപ്പൊ ലോകത്തിന്റെ അവസ്ഥയൊന്നും നമ്മളെ ബാധിക്കുന്നൊന്നുമല്ല. അത് ലോകത്തോട് ദൂരം പാലിക്കണം, അതിനെ തൊടുന്ന ഒന്നും
നല്ലതല്ല, അൺടച്ചബിലിറ്റിയാണ് എൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞ് നടന്നാൽ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകം നമ്മെ കീഴടക്കിയിരിക്കും. യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ തന്നെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ, ഒരു സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ, അർത്ഥവത്തായ ചുമതലബോധമുള്ളൊരു ബന്ധം ഈ ലോകത്തിന്റെ അവസ്ഥകളോട് പാലിക്കുകയും നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നു തന്ന വെളിച്ചത്തെ ലോകത്തിന്റെ സമ്പത്തായി കണ്ട് അത് ആവുന്നത്രയും വിധത്തിൽ ലോകത്തിന്റെ സമ്പത്തായി പരിവർത്തിക്കുകയും അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ട കടമ നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. ഈ ലോകത്തോട് നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാകണം. അതില്ലാതെ ആത്മീയ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയില്ല എന്നതാണ് ഈ പ്രസ്താവനയുടെ ഉള്ളടക്കം. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വെളിച്ചം ഭൂമിയിലും, വെളിച്ചത്തിന്റെ അനുഭവം, അന്ധകാരത്തിന്റെ ശക്തികൾ ആധിപത്യം നടത്തുന്ന, അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഫലമായി മനുഷ്യരാശി ആകമാനം വ്യക്തികളായും സമൂഹമായും അരിഷ്ടതയും അടിമത്വവും അനുഭവിച്ച് കഴിയുന്ന സാഹചര്യത്തിൽ ദൈവികമായ വെളിച്ചം ഈ ലോകത്തിൽ ഇടം പിടിക്കത്തക്കവണ്ണം ജീവിക്കുവാനും പ്രവർത്തിക്കാനും അപ്രകാരം പ്രവർത്തിക്കത്തക്കവണ്ണം എൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാനും എന്നെ സഹായിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാതെ എൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, അത് എൻ്റെ മാജിക് പോലെ നടക്കുമെന്ന് അല്ല അർത്ഥമുണ്ടോ? ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്നവൻ അപ്രകാരമുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ചുമതല ഏറ്റെടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇതൊക്കെ ഈ യേശുവിന്റെ പ്രസ്താവനയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കും. അപ്പൊ തന്നെ 47 മിനിറ്റ് ആയിരിക്കുന്നു. ഞാൻ കവർ ചെയ്യണം എന്ന് വിചാരിച്ചതിൻ്റെ ഒരു 5-1 മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ഏതായാലും ഇവിടെ നിർത്താം. കാരണം നാം കവർ ചെയ്യുന്ന ഭാഗങ്ങൾ ഏറ്റവും സ്പഷ്ടമായി വളരെ കൃത്യമായി മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും ന്യൂനതയുണ്ട്, എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ അത് പൂർണ്ണമായി മാറ്റിയിട്ട് മാത്രം നമുക്ക് മുൻപോട്ട് പോയാൽ മതി. നമ്മളൊരു കോഴ്സൊന്നും ചെയ്യുന്നതല്ലല്ലോ, നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. പറഞ്ഞ ഏതെങ്കിലും കാര്യം വ്യക്തമല്ല, കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ യേശു പറഞ്ഞ മറ്റേതെങ്കിലും കാര്യത്തോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സാമാന്യ ബുദ്ധിക്ക് ചേരുന്നതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത്, പിന്നെ എനിക്ക് എല്ലാറ്റിനും ഉത്തരം എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ അങ്ങനെ അറിവിൻ്റെ മകുടമൊന്നുമല്ല, ഈ വളരെയധികം പരിജ്ഞാനമുള്ളൊരു ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളെയും ഞാൻ വളരെ ബഹുമാനിക്കുന്നു, വിലമതിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഈ പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരമായി ആർക്കെന്തെങ്കിലും പറയണമെങ്കിൽ ദയവായി അതുകൂടെ പങ്കിടാൻ ശ്രമിക്കണം. നമുക്കിനിയുള്ള സമയം ഒരു 35-40 മിനിറ്റ് നമുക്ക് ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കാം. ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിക്കട്ടെ.